സുപ്രധാനമായ രണ്ട് തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്നു. എന്നിട്ടും എല്ലാ കക്ഷികളും ഉണർന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് നവംബർ മാസം, വരാൻ പോകുന്ന മാസം നടക്കാൻ പോകുന്നത്. മറ്റൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് നടക്കും. അപ്പോൾ എല്ലാത്തിനും കൂടി ഏകദേശം ഒരു 5-6 മാസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതുവരെയും ഇത്തരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം, ഗൗരവമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിനോട് മത്സരിക്കുവാനും ആ തെരഞ്ഞെടുപ്പിനെ അത്രത്തോളം തന്നെ ഗൗരവത്തോടുകൂടി കണ്ട് മത്സരഫലം തങ്ങൾക്ക് അനുകൂലമാക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാ കക്ഷികളും, രാഷ്ട്രീയ കക്ഷികളും രംഗത്തിറങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് ഇതുവരെ അവരുടെ ഭാരവാഹിത്വ പട്ടിക പൂർത്തിയാക്കിയിട്ടില്ല. DCC പ്രസിഡന്റുമാരൊക്കെ നിൽക്കണോ പോകണോ എന്നുള്ള തരത്തിലുള്ള പരിപാടികളുമായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു തീരുമാനത്തിലേക്ക് ആ പാർട്ടിക്ക് എത്താൻ കഴിയുന്നില്ല. 2 KPCC പ്രസിഡന്റുമാർ വരികയും ചെയ്തു. അതിലൊരു KPCC പ്രസിഡന്റ് വന്നപ്പോൾ ഇവിടെ ഈ ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുപോകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ മറ്റ് 2 പാർട്ടികൾക്കുമുള്ള ഒരു മഹത്വം എന്ന് പറയപ്പെടുന്നത് അവരൊരു കേഡർ സംവിധാനത്തിൽ, ഒരു കേഡർ വ്യവസ്ഥിതിയിലാണ് ആ പാർട്ടിയെ മുന്നോട്ട് പോകുന്നത്. നമ്മൾ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയെക്കുറിച്ച് എന്ത് തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും അവർ ആ പാർട്ടിയുടെ നയപരിപാടികളും പാർട്ടിയുടെ പ്രവർത്തനങ്ങളെന്ന് പറയപ്പെടുന്ന താഴെ തട്ട് മുതൽ വളരെ കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നവരാണ്. കാരണം അതിന്റെ താഴെ തട്ട്, ബൂത്ത് തലം മുതലുള്ള അവരുടെ ബ്രാഞ്ച് തലം മുതലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് അത്തരത്തിലാണ്. മേഖലാ സമ്മേളനങ്ങൾ നടത്തുക, ആ മേഖലാ സമ്മേളനങ്ങൾ എന്നുള്ളത് അവരുടെ ബ്രാഞ്ച് സമ്മേളനമാക്കി മാറ്റുക, ബ്രാഞ്ച് സമ്മേളനങ്ങൾ എന്നുള്ളത് അവരുടെ ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളാക്കി മാറ്റി, ബ്രാഞ്ച് സമ്മേളനങ്ങൾ, ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ, ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങൾ, അതിനുശേഷം ജില്ലാ സമ്മേളനങ്ങൾ, സംസ്ഥാന സമ്മേളനം, അതിനുശേഷം പാർട്ടി സമ്മേളനം നടത്തുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ CPM എന്ന് പറയപ്പെടുന്ന അവരുടെ കൃത്യമായ രീതികളിലൂടെ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് അവരുടെ ഒരു കേഡർ സംവിധാനം എന്ന് പറയുന്നത്. അതിൽ കൃത്യതയുണ്ട്. താഴെത്തട്ടിലുള്ള ജനങ്ങളടക്കം മുകൾ തട്ടിലുള്ള ജനങ്ങൾ വരെ അതിനോടൊപ്പം യോജിച്ച് പ്രവർത്തിക്കുന്നത്. ഇത് തന്നെയാണ് ഇതിന്റെ ഒരു പരിഷ്കൃത രൂപം തന്നെയാണ് BJPയിലുള്ളത്. BJPയും അത്തരത്തിൽ മാക്സിമം അവരുടെ നേതാക്കന്മാരുടെയും ഒപ്പം തന്നെ അവരുടെ പാർട്ടി പ്രവർത്തനങ്ങളുടെയൊക്കെ മേഖലകൾ തിരിച്ചുള്ള പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. ഇല്ലെങ്കിൽ അത് നടത്താൻ പോരുന്ന തരത്തിൽ അമിത്ഷായെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ അവരുടെ ദേശീയ തലത്തിലുണ്ട് താൻ. അപ്പോൾ അവരുടെ ആ ഒരു ദേശീയ തലത്തിലെ ഇടപെടലുകൾ മാത്രം മതി BJPക്ക് മുന്നോട്ട് പോകാൻ. പക്ഷെ അതേസമയം കോൺഗ്രസിന് അങ്ങനെ ഒരു നേതാവില്ല. കോൺഗ്രസിന് പറയാനൊരു നേതാവില്ല, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഒരാൾ പറഞ്ഞാൽ കേൾക്കുന്ന കോൺഗ്രസ്സുകാരുമില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അടപടലം വഴിയിൽ വീഴുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ 2 വട്ടത്തെ ഭരണം, തുടർ ഭരണത്തിന് ശേഷം പിണറായിക്ക് വീണ്ടും 3ാമത്തെ ഭരണം കൂടി ലഭിക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് പോലും ആരാണ്? ഈ കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഈ ഭാരവാഹിത്വം എല്ലാവർക്കും കൊടുത്തിട്ടില്ല, ഭാരവാഹി പട്ടിക പുറത്തിറക്കിയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ഒരു ഭാരവാഹി പട്ടിക കൂടി കോൺഗ്രസ് പുറത്തിറക്കിയാലുണ്ടല്ലോ അടിയുടെ പൂരമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഭാരവാഹി പട്ടിക അറിഞ്ഞുകൊണ്ട് എന്തായാലും കോൺഗ്രസ് പുറത്തിറക്കില്ല. ഇനി ആ ഭാരവാഹി പട്ടിക ഈ യുദ്ധമൊക്കെ അവസാനിച്ചതിന് ശേഷം, അതായത് ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം ജൂൺ ജൂലൈ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അത്തരത്തിലൊരു ഭാരവാഹി പട്ടിക പ്രസ്താവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പുറത്തിറക്കുന്നുണ്ടെങ്കിൽ തന്നെ വരുന്നത്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടാണ്. യൂത്ത് കോൺഗ്രസ് ആണ് പല വിഷയങ്ങളിലും ഇടപെടുന്നതും സംസ്ഥാന സർക്കാരിന്റെ ചെയ്തികൾക്കെതിരെ വളരെ കണിശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോഴും, ഷാഫി പറമ്പിൽ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോഴും വളരെ ശക്തമായ ഒരു യൂത്ത് കോൺഗ്രസ് ബ്രിഗേഡ് ഉണ്ടാക്കി അതിലൂടെ അവർ സമരങ്ങളൊക്കെ നടത്തി വളരെ വലിയ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ്. അത് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ സ്ത്രീ വിഷയങ്ങളിൽ ആരോപണ വിധേയനായി തീർന്ന, അതിലൂടെ പുറത്തു പോകേണ്ടി വന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പകരമായിട്ടൊരു പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടെത്തുവാൻ ഇതുവരെ അവർക്കായിട്ടില്ല എന്നുള്ളതാണ്. അത് ആ പാർട്ടിയുടെ ഒരു മെനകെട്ട രീതിയായി തീരുകയാണ്. കാരണം ഇങ്ങനെയാണോ ഒരു പാർട്ടി മുന്നോട്ട് പോകേണ്ടത്? ഒരു പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ പുറത്തായിട്ട് ഏകദേശം 1 മാസത്തിലധികം കഴിയുന്നു. എന്നിട്ടും ഇനിയും ഒരു ആളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവുകേട് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ അവിടെ പലരും ഉണ്ട്. അബിൻ വർക്കി ആകട്ടെ, അല്ലെങ്കിൽ ബിനു ചുള്ളിയലാവട്ടെ, ഇതൊക്കെ പോയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഇനി അടുത്ത OJ ജനീഷ് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. അവരുടെ ഒരു മുഖമാണ്.
ഇവരൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്ത് മുൻപന്തിയിൽ നിൽക്കുന്നവർ. അപ്പോൾ ഇവരെ ആരെങ്കിലും ഒക്കെ ഈ സംസ്ഥാന പ്രസിഡന്റ് പദവി ഏൽപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ചോദിക്കും, സംസ്ഥാന പ്രസിഡന്റ് പദവി ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് നടക്കുമെന്ന്. അങ്ങനെയല്ല. സംസ്ഥാന പ്രസിഡന്റ് പദവി ഒരു അധ്യക്ഷൻ വേണമല്ലോ, അയാളുടെ തീരുമാനത്തിന്റെ പുറത്തായിരിക്കണമല്ലോ മുന്നോട്ട് പോകേണ്ട. അതുകൊണ്ട് ഒരാൾ ലീഡർഷിപ്പിലുള്ള ഒരാൾ വരേണ്ടതുണ്ട്. അങ്ങനെ ഒരാളെ കൊണ്ടുവരാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇപ്പോഴത്തെ സാമുദായിക സംവിധാനങ്ങളൊക്കെ വെച്ച് നിലവിലെ സാഹചര്യത്തിലാണെങ്കിൽ അവരുടെ സീനിയർ വൈസ് പ്രസിഡന്റ് എന്ന് പറയപ്പെടുന്ന അബിൻ വർക്കിയാണ്. ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറയപ്പെടുന്നത് ബിനു ചുള്ളിയലാണ്. ഇവരുടെയൊക്കെ പേരുകളാണ് സജീവമായിട്ട് പരിഗണനയിൽ ഉണ്ടായിരുന്നത് തന്നെ. പലപ്പോഴും പലർക്കും തോന്നി അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയേക്കുമെന്ന് വരെ തോന്നിയിരുന്നു. എന്നാൽ ചില മുതിർന്ന നേതാക്കന്മാർ തന്നെ ഇവർക്കെതിരെ രംഗത്ത് വന്നതോടുകൂടിയാണ് ഇവർ രണ്ടുപേരും വേണ്ട, ബിനു ചുള്ളിയിലും വേണ്ട, അല്ലെങ്കിൽ അബിൻ വർക്കിയും വേണ്ട, മൂന്നാമതൊരാളെ കൊണ്ടുവരൂ എന്നുള്ള രീതിയിലേക്ക് എത്തപ്പെടുന്നതും അവിടെയാണ് OJ ജനീഷ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയിലേക്ക് എത്തപ്പെടുന്നത്. അങ്ങനെ മൂന്നാമതൊരാളുടെ പരിഗണന വന്നപ്പോഴാണ് OJ ജനീഷിന് തുണയായിട്ട് ഈഴവ സമുദായ അംഗം എന്നതും തൃശ്ശൂർ ജില്ലയിലുള്ള വ്യക്തി എന്നുള്ളതുമൊക്കെ ജനീഷിന് ഒരു തുണയായി മാറി എന്നുള്ളതാണ്. ഇനി യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തിരഞ്ഞെടുപ്പിൽ കള്ളവോട്ടിന്റെ പിൻബലമില്ലാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നെ രണ്ടാമതെത്തിയ ആളാണ് അബിൻ വർക്കി എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവസരം ലഭിക്കേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ അവസരം ലഭിക്കേണ്ടിയിരുന്നത് അബിൻ വർക്കിക്കാണ്. അത് മാറ്റിവെച്ചത് ഒട്ടും ശരിയല്ല. അത് എന്ത് രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ എന്ത് മതത്തിന്റെയോ ജാതിയുടെ വേർതിരിവിലാണെങ്കിലും അബിൻ വർക്കി നല്ല സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ്. അത് രമേശ് ചെന്നിത്തലയുടെ നോമിനി ആയതുകൊണ്ട് മാറ്റി നിർത്തുക എന്ന് പറയപ്പെടുന്നതും ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി അതുകൊണ്ട് മാറ്റി നിർത്തുക എന്നാണ് ഒരിക്കലും ഒരു ആശാസ്യമായ കാര്യമല്ല, ഒരു പാർട്ടിക്ക് ചേർന്നതല്ല കേട്ടോ. എന്നാൽ രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വന്നതിലും അത് പ്രചരിപ്പിക്കപ്പെട്ടതിലും അബിന് പങ്കുണ്ട് എന്നുള്ള ഷാഫി ഗ്രൂപ്പിന്റെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അബിനെ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മുതിർന്ന നേതാക്കളടക്കം എത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിച്ചതിന് പിന്നിൽ അബിൻ വർക്കി ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ രമേശ് ചെന്നിത്തലയുടെ നോമിനിയായിട്ടുള്ള അബിൻ വർക്കി പ്രസിഡന്റ് ആയാൽ അത് ഷാഫി ഗ്രൂപ്പ് നിസ്സഹരിക്കും എന്നുള്ളൊരു ഭീഷണി കൂടി മുന്നോട്ട് വെച്ചു. ഷാഫി ഗ്രൂപ്പിന്റെ ആ ഭീഷണിക്ക് മുന്നിൽ ഇവർക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നുള്ളതാണ്. കാരണം ഒരു വശത്തും ഈ ഷാഫി ഗ്രൂപ്പിന്റെ ഭീഷണി നിലനിൽക്കുന്നു, മറ്റൊരു വശത്ത് ഈ സാമുദായികമായിട്ടുള്ള പരിഗണനകൾ മറ്റൊരു വശത്ത് കൂടി പരിഗണിക്കപ്പെട്ടപ്പോഴാണ് അബിൻ വർക്കി സ്വാഭാവികമായിട്ട് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ തോന്നുന്ന അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കിക്ക് വരാമായിരുന്നു. അബിൻ വർക്കി എന്ന് പറയപ്പെടുന്നത് കുറച്ച് നല്ല സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്. അയാൾ അല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റത്തില്ല. അതിപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് അയാൾ അല്ലെങ്കിൽ അയാളുടെ നോമിനി ആയതുകൊണ്ട് അയാളെ താഴ്ത്തിക്കളയാമെന്ന് പറയപ്പെടുന്നത് ശരിയല്ല. രമേശ് ചെന്നിത്തല എന്തോ ആയിക്കോട്ടെ, പക്ഷേ രമേശ് ചെന്നിത്തല കാൻഡിഡേറ്റ് ആണ് അല്ലെങ്കിൽ നോമിനിയായി വരുന്ന അബിൻ വർക്കി കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. അയാൾക്ക് യൂത്ത് കോൺഗ്രസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു. മറ്റൊന്ന്, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും സംഘടനയിൽ തന്നെ ഏറ്റവും ജനകീയ അടിത്തറയുള്ള ഒരു നേതാവുമായിട്ടുള്ള ബിനു ചുള്ളിയൻ. ബിനു ചുള്ളിയലിന് പാറയായത് സത്യത്തിൽ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ കടുത്ത എതിർപ്പാണ് എന്നുള്ളതാണ്. എവിടെയും ഈ പാര പണിയാനായിട്ട് രമേശ് ചെന്നിത്തല ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ പറയുന്ന ബിനു ചുള്ളിയൽ ആലപ്പുഴ ജില്ലക്കാരനും ചെന്നിത്തലയുടെ ബൂത്തുകാരനും കൂടിയാണ് ബിനു ചുള്ളിയൽ എന്ന് പറയുന്നത്. പക്ഷെ KC വേണുഗോപാലുമായിട്ടുള്ള ഒരു അടുപ്പം സൂക്ഷിക്കുന്ന ബിനുവിനെ അംഗീകരിക്കില്ല എന്നുള്ള നിലപാടിലേക്കാണ് രമേശ് ചെന്നിത്തലയും രമേശ് ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പും നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സംഘടനാ തിരഞ്ഞെടുപ്പിൽ ബിനു മത്സരിച്ചില്ല എന്നതും സാങ്കേതിക വാദമായിട്ട് ഇവരടുത്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ബിനു മത്സരിക്കാതെ എങ്ങനെയാണ് ബിനുവിനെ വീണ്ടും അതിനകത്തേക്ക് കൊണ്ടുവരിക എന്നൊരു സാങ്കേതികത്വം പറയുകയും ചെയ്യുന്നു. അതേസമയം പാർട്ടിയിലും യൂത്ത് കോൺഗ്രസിലും പാർട്ടിക്ക് പുറത്തുമൊക്കെ ബിനുവിന്റെ ജനകീയത എന്ന് പറയപ്പെടുന്നത് 7 അയലത്ത് വരില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ. പക്ഷെ ബിനുവിനെ പ്രസന്റ് ആക്കിയാൽ ഐ ഗ്രൂപ്പ് ഭാരവാഹികളെല്ലാം രാജിവെക്കുമെന്നുള്ളൊരു ഭീഷണി കൂടി മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇതോടുകൂടി മാറി ചിന്തിക്കുക എന്നല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ളതായി മാറി. അപ്പോൾ നേതൃത്വം വേറെ ആളിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യം. ഇതോടുകൂടിയാണ് ഈഴവ വിഭാഗത്തിൽപ്പെട്ട OJ ജനീഷിന് സാധ്യത വർദ്ധിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ മുൻ A ഗ്രൂപ്പുകാരനാണെങ്കിലും KC വേണുഗോപാലുമായിട്ട് അടുപ്പം സൂക്ഷിക്കുന്ന നേതാവാണ് ഈ OJ ജനീഷ് എന്ന് പറയപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായിരിക്കും ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ജനീഷ്. ജനീഷിന് ഏറ്റവും നല്ല ഒരു സംസ്ഥാന പ്രസിഡന്റായിട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് വിലയിരുത്തേണ്ടതാണ്. എന്തായാലും അടുത്ത ആഴ്ച ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടാകേണ്ടതാണ്. കാരണം ഞാനീ പറഞ്ഞ പോലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു, അത് കഴിഞ്ഞ് ഒരു 5 മാസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു. അപ്പോഴൊന്നും ഈ പാർട്ടിക്ക് ഇനിയും ആ യൂത്ത് കോൺഗ്രസിനെ പോലെ നമുക്കറിയാമല്ലോ DYFIക്ക് ഉണ്ടാകുന്ന നേതാക്കൾ അല്ലെങ്കിൽ ഇതുപോലെ യുവമോർച്ചയ്ക്ക് ഉണ്ടാകുന്ന നേതാക്കൾ അവരെയൊക്കെ വളരെ കൃത്യമായിട്ട് മുമ്പിൽ കൊണ്ടുവരുവാനും എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് ആളെ കൊണ്ടുവരുവാനൊക്കെ ആ പാർട്ടി കാണിക്കുന്ന ഒരു ആർജവമുണ്ടല്ലോ, അത് പക്ഷെ കോൺഗ്രസിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസ്സുകാരന്മാരെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് അറിയപ്പെടുന്ന വ്യക്തികളെ എന്തുകൊണ്ടാണ് അവരുടെ രാഷ്ട്രീയവും അല്ലെങ്കിൽ അവരുടെ വിഭാഗീയതയും അവരുടെ ഗ്രൂപ്പുകളൊക്കെ മാറ്റിവെക്കും. ആ ഗ്രൂപ്പ് സമവാക്യമൊക്കെ മാറ്റിവെച്ചതിന് ശേഷം
അവരുടെ പ്രവർത്തന ശേഷിയുള്ളവരെ, പ്രവർത്തന മികവുള്ളവരെ ഈ പ്രസിഡന്റ് പദവിയിലേക്ക് കൊണ്ടുവരൂ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് കുറച്ചുകൂടി ആഴ്ന്നിറങ്ങാൻ കഴിയുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ പാർട്ടിക്ക് ഏത് നേതാവ് വന്നിട്ടും കാര്യമില്ല, അത് വേറെ കാര്യം. നേതാവ് വരുന്നതിന് മുമ്പ് ആ നേതാവ് ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യക്തിയായിരിക്കണം, ജനകീയനായിരിക്കണം. ഇവിടെ ഈ ഷാഫി പറമ്പിലിനെ പോലുള്ളവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഷാഫി പറമ്പിലിന് ജനകീയ മുഖമാണ്, ഒരു ജനകീയ അടിത്തറ ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം പാലക്കാട് MLA ആയിരുന്നപ്പോഴും ഇപ്പോൾ വടകരയുടെ MP ആയപ്പോഴും ഒക്കെ ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ആകണം നേതാക്കൾ. ഏത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം മത്സരിപ്പിക്കാൻ നിർത്തിയാൽ ആ മത്സരങ്ങളിൽ ഇപ്പൊ 140 നിയമസഭാ മണ്ഡലങ്ങളുണ്ടെങ്കിൽ അവിടെ എവിടെ നിർത്തിയാലും മത്സരിച്ച് ജയിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. അതുപോലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ എവിടെ വേണമെങ്കിലും നിൽക്കാൻ കെൽപ്പുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. അതാണ് ജനകീയത, ജനകീയ മുഖം എന്ന് പറയുന്നത്. പലപ്പോഴും ഈ കോൺഗ്രസിന് ഇല്ലാതെ പോകുന്നതും അതാണ്. കോൺഗ്രസിന് ഒരു ജനകീയ മുഖമുള്ള നേതാക്കളില്ല. പണ്ട് നമുക്കറിയാം, ഉമ്മൻചാണ്ടിക്ക് ശേഷം അത്തരത്തിലുള്ള നേതാവില്ല. ഉമ്മൻചാണ്ടിക്ക് ശേഷം അത്തരത്തിലുള്ള നേതാവ് ഉണ്ടെങ്കിൽ അത് ഷാഫി പറമ്പിലാണ്. VD സതീശനോ K സുധാകരനോ രമേശ് ചെന്നിത്തലയോ ഒന്നും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരല്ല എന്ന് കൂടി പറയട്ടെ. പല നേതാക്കന്മാരും, കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കും ഇത്തരത്തിൽ ജനങ്ങളുടെ ഒരു പൾസ് അറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. VD സതീശനാണെങ്കിലും തലക്കനമുള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എപ്പോൾ നോക്കിയാലും അദ്ദേഹത്തിന് ജനങ്ങളുടെ സംവദിക്കുമ്പോൾ പോലും അദ്ദേഹം ഈ അച്ചടി ഭാഷയിലേക്ക് പോകുന്നതും സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരാൻ കഴിയാതാകുന്നതും അദ്ദേഹത്തിന്റെ ഒരു പോരായ്മയാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ എല്ലാ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്, എല്ലാ സമര മുഖത്തും അദ്ദേഹം എത്തുന്നുണ്ട്, എല്ലാ പ്രതിഷേധങ്ങളിലേക്കും അദ്ദേഹം വരുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്, നല്ല പ്രവർത്തനങ്ങൾ തന്നെയാണ്, നല്ല വായനാശീലമുള്ള വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അറിവുള്ള ഒരാൾ തന്നെയാണ് VD സതീശൻ, അതിലൊന്നും മാറ്റമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള ഒരു പെരുമാറ്റം എന്ന് പറയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുവാൻ എല്ലാ ജനപ്രതിനിധികളും തയ്യാറാകണം. ഷാഫി പറമ്പിൽ ചെയ്യുന്നതാണ് ശരിയെന്നല്ല ഞാൻ പറയുന്നത്. ജനങ്ങളോട് ഇടപഴകുന്ന അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്ന രീതി, കുഞ്ഞു കുട്ടികളോട് ആയിരുന്നാലും ഏറ്റവും പ്രായമുള്ള വ്യക്തികളോട് ആയിരുന്നാലും അവരോടൊപ്പം സ്നേഹത്തോടുകൂടി സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പ്രകടനം നടത്തുന്നുണ്ട്. അതിനെ അഭിനയിക്കുന്നതാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, ജനങ്ങളോടൊത്ത് അങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്ന നേതാക്കളായിരിക്കണം എപ്പോഴും ഈ രാഷ്ട്രീയത്തിൽ പൊതുമണ്ഡലത്തിൽ എത്തേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ അത്തരത്തിലുള്ള ജനകീയ മുഖങ്ങളാകാൻ കഴിഞ്ഞാൽ VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ആരാണെങ്കിലും ഇത്തരത്തിൽ ജനങ്ങളോട് ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള നേതാക്കളായി മാറിയാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയൊരു അവസരമായിരിക്കും. കാരണം അങ്ങനെ ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ള ബോധ്യം ആ ജനതയ്ക്ക് നിങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ, ആ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ, പിന്നെ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, നിങ്ങൾ അതിന് തലപുകയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ജനം നിങ്ങളോടൊപ്പം നിൽക്കും. കാരണം ഒട്ടനവധി ഭരണവിരുദ്ധ വികാരം നിൽക്കുമ്പോഴാണ് അവർ മറ്റൊരാളെ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മറന്നുപോയത്. അവിടെയും നിങ്ങൾ പൂർണ്ണ പരാജയമാണെങ്കിൽ, കോൺഗ്രസെ നിങ്ങൾ സമ്പൂർണ്ണ പരാജയമാണെങ്കിൽ മാത്രമായിരിക്കും മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളം ഭരിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നിങ്ങൾ പരാജയപ്പെട്ടിടത്ത് നിന്ന് തന്നെയാണ്, അവരുടെ മികവ് കൊണ്ടല്ല, നിങ്ങളുടെ പരാജയം കൊണ്ട് തന്നെയാണ് അവർ വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ തോന്നുന്നത്. അപ്പോൾ നിങ്ങളിലുള്ള തമ്മിലടിയും നിങ്ങളിലുള്ള ഈ ഈഗോയൊക്കെ മാറ്റിവെച്ചിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ഇറങ്ങുക. അവിടെ ഈ ഈഴവ പ്രാതിനിധ്യം നോക്കി, നായരുടെ പ്രാതിനിധ്യം നോക്കി, ക്രിസ്ത്യാനിയുടെ പ്രാതിനിധ്യം നോക്കി, മുസ്ലിമിന്റെ പ്രാതിനിധ്യം നോക്കിയൊക്കെ നിങ്ങൾ ജാതിയും മതവും വർണ്ണവും ഒക്കെ തിരിച്ച് നിങ്ങൾ ജനങ്ങളെ നേതാക്കന്മാരാക്കി എടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നത് ജനകീയ മുഖമാണ് എന്ന് മറന്നു പോകരുത്. അങ്ങനെ ഒരു ജനകീയ അടിത്തറ നിങ്ങൾക്ക് ഇല്ലാതായി പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജനകീയ അടിത്തറ നഷ്ടപ്പെട്ടു പോകുമ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾ കാലം ചെയ്ത പാർട്ടിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ കാലഹരണപ്പെട്ട പാർട്ടിയായി മാറുന്നു എന്നുള്ളത്. അതുകൊണ്ട് അതിൽ നിന്ന് ഒന്ന് ഉയർത്തെണീക്കുവാൻ, ഒന്നുകൂടി ഒന്ന് സടകുടഞ്ഞു വരുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ അഹന്ത മാറ്റിവെച്ച്, നിങ്ങളുടെയൊക്കെ ഈ ഇത്തരത്തിലുള്ള അഹങ്കാരങ്ങളൊക്കെ മാറ്റിവെച്ച് ജനങ്ങളോട് സംവദിക്കാൻ ശ്രമിക്കൂ. ജനങ്ങളോട് സംവദിച്ച് അവരോട് കൃത്യമായിട്ട് അവരുടെ വിഷമങ്ങൾ, വ്യവഹാരങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള നീതി, ഇതൊക്കെ ഉറപ്പാക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ അവരോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ നേതാക്കന്മാരാകൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ജനങ്ങളോട് ആഭിമുഖ്യമുള്ള നേതാക്കന്മാരെ തിരഞ്ഞെടുക്കും. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വയ്ക്കൽ ആകരുത് നേതാക്കന്മാർക്കുള്ള ഈ പറയുന്ന പോലുള്ള അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അവരൊരു ഗ്രൂപ്പിന്റെ ഭാഗമായതുകൊണ്ട് അവരെ നിലനിർത്താമെന്ന് പറയപ്പെടുന്നതോ ജാതിയുടെയോ മതത്തിന്റെ പേരിലോ അവർക്ക് നൽകുന്നത് ആകരുത് അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അവർ ജനങ്ങളോട് ഇടപഴകുന്ന, പൊതുമണ്ഡലത്തിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്കുള്ള
അതിനുള്ള അംഗീകാരമായിരിക്കണം നേതൃത്വ പദവി എന്ന് പറയപ്പെടുന്നത്.